പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. യുഎഇക്ക് നേരെ വീണ്ടും ഇറാൻ വ്യോമാക്രമണം നടത്തി. ആക്രമണവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ഫോണിലെത്തി. ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധ സേന ചെറുക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം കനത്ത ആക്രമണമാണ് യുഎഇയിൽ ഇറാൻ നടത്തിയത്. യുഎഇക്ക് നേരെ 15 മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 4 ഡ്രോണുകളും ആക്രമണത്തിന് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിശക്തമായ ആക്രമണമാണ് യുഎഇയിൽ ഇറാൻ നടത്തിയത്. ഇറാൻ വീണ്ടും അറ്റാക്ക് തുടങ്ങിയതോടെ ലോകം മുഴുവൻ ആശങ്കയിലും അതീവ ജാഗ്രതയിലുമാണ്. ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ഓയിൽ ഇൻഡസ്ട്രീസ് സോണിയൽ തീപിടുത്തമുണ്ടായി. തീപിടുത്തം അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ വീണ്ടും വ്യോമാക്രമണം തുടങ്ങിയതോടെ അതീവ ജാഗ്രതയിലാണ് മേഖല. രാജ്യത്തെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറി. വെള്ളിയാഴ്ച വരെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈനായി മാത്രമാവും പ്രവർത്തിക്കുക. അതിനിടെ ഇറാൻ നിലപാട് കടുപ്പിക്കുന്നു എന്ന സൂചനയാണ് വരുന്നത്. ഹോർമുസ് കടലിടുക്കാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇറാന്റെ തുറുപ്പുചീട്ട്. ഈ തുറുപ്പുചീട്ട് ഇറക്കി തന്നെയാണ് ഇറാൻ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഒരുങ്ങുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും തങ്ങളുടെ അനുമതി നിർബന്ധമാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചരക്ക് കപ്പലുകൾ ഇറാന്റെ നാവികസേനയുമായി മുൻകൂട്ടി ബന്ധപ്പെടണം. അല്ലാത്ത പക്ഷം കർശന നടപടി ഉണ്ടാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. യുഎസിനെതിരെയും ഇറാൻ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. US ആക്രമണം നടത്തിയത് സിവിലിയൻ ബോട്ടുകൾക്ക് നേരെയാണെന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ നാവികസേന 6 ഇറാനിയൻ സൈനിക ബോട്ടുകൾ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ വാദം ഇറാൻ തള്ളി. തങ്ങളുടെ സൈനിക ബോട്ടുകളെയല്ല, മറിച്ച് സിവിലിയൻ ചരക്ക് ബോട്ടുകളെയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചതെന്ന് ഇറാൻ സേന ആരോപിച്ചു. ആക്രമണത്തിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ മേഖലയിൽ വീണ്ടും സംഘർഷം നിറഞ്ഞതോടെ ആശങ്ക രേഖപ്പെടുത്തി സൗദി അറേബ്യ രംഗത്ത് വന്നു. സൈനിക നീക്കങ്ങൾ മേഖലയുടെ സമാധാനത്തിന് ഭീഷണിയാണെന്ന് സൗദി വ്യക്തമാക്കി. പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും സൗദി ഭരണകൂടം ആവശ്യപ്പെട്ടു. സംയമനം പാലിക്കണമെന്ന് എല്ലാ കക്ഷികളോടും സൗദി അഭ്യർത്ഥിച്ചു. എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ ഒട്ടും ആശ്വാസം നൽകുന്നതല്ല. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരന്തരം ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ യുഎസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണെങ്കിലും അതിന്റെ കെടുതികളെല്ലാം അനുഭവിക്കുന്നത് അതത് രാജ്യങ്ങളാണ്. സംഘർഷം നിലച്ചതിൽ ലോകം ആശ്വാസത്തിലായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം ആശങ്കയുയർത്തുന്നതാണ്.